ഒരു നുള്ളു മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 2018 കമ്പൽസറി ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് പേപ്പർ 1 യൂണിറ്റ് 6 നിന്നാണ്, ചെറുകഥ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ്. ചോദ്യം ഇതാണ്: മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളുടെ പൊതു സ്വഭാവം വിവരിക്കുക എന്നുള്ളതാണ് ചോദ്യം. വളരെ സാധാരണഗതിയിൽ UPSC ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. പ്രധാനമായിട്ടും ചെറുകഥ, നോവൽ, നാടകം തുടങ്ങിയവരുടെ പേപ്പർ 1 നമ്മൾ നടത്തുന്ന പഠനം അതിന്റെ ചരിത്രപരമായ വളർച്ചയാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ചരിത്രപരമായ വളർച്ച, സാഹിത്യപരവും രൂപപരവും ഭാവപരവും ഒക്കെ എന്നൊക്കെ തരങ്ങളിൽ അതിന് ഇടപെടലുകൾ വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് പഠനം നടത്തുന്നത്. ഇത്തരത്തിൽ പ്രത്യേകിച്ചും മലയാളത്തിന്റെ ആദ്യകാല ചെറുകഥകളെ കുറിച്ചും ആധുനികകാല ചെറുകഥകളെ കുറിച്ചും നവോത്ഥാന കാല ചെറുകഥകളെ കുറിച്ചൊക്കെ ഇത്തരത്തിൽ ഘട്ടം തിരിച്ചുള്ള ചോദ്യങ്ങൾ UPSC ആവർത്തിക്കാറുമുള്ളതാണ്. കഴിഞ്ഞ തവണയും ഏകദേശം ഇതുപോലെയുള്ള ഒരു ചോദ്യം മലയാളത്തിലെ ആദ്യകാല ചെറുകഥകൾ നർമ്മവും ഇത്തരത്തിലുള്ള ഹാസ്യവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന കഥകളായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നതിലുള്ള ചോദ്യം ചോദിച്ചതുമാണ്. മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളുടെ പൊതു സ്വഭാവം വിവരിക്കുക എന്ന് പറഞ്ഞ് കുറെ കൂടി നേരിട്ടുള്ള ഒരു ചോദ്യം എന്ന് നമുക്ക് വളരെ കൃത്യമായി ചരിത്രപരമായി നമുക്ക് നേരിട്ട് ഉത്തരം എഴുതാവുന്ന തരത്തിലുള്ള ഒരു ചോദ്യം എന്ന നിലയിൽ വിലയിരുത്താവുന്ന ഒരു ചോദ്യം കൂടിയാണ്. 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ വിശദീകരണങ്ങളോ ഉദാഹരണങ്ങളോ ഒരുപാട് ചേർക്കാതെ എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങൾ ആ ഉദാഹരണങ്ങൾ വെച്ച് തന്നെ നമ്മൾ സമർത്ഥിക്കുന്ന രീതിയിൽ വേണം ഉത്തരത്തിലേക്ക് വരാൻ. ഉത്തരം ആരംഭിക്കുന്ന എപ്പോഴും ഇത്തരം ചരിത്രപരമായ ചോദ്യങ്ങൾക്ക് അതിന്റെ ഒരു ചരിത്രപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വേണം. പ്രത്യേകിച്ചും പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നാണ് മലയാളത്തിൽ ചെറുകഥ രൂപപ്പെടുന്നതെന്നും ചെറുകഥയുടെ ഈ പാശ്ചാത്യ സ്വാധീനത്തിൽ രൂപപ്പെട്ട ചെറുകഥയ്ക്ക് ആദ്യകാലത്തുണ്ടായ പ്രത്യേകതകൾ എന്ന രീതിയിൽ വേണം പിന്നീട് നമ്മൾ അതിന്റെ ആദ്യകാല സവിശേഷതകളെ വിലയിരുത്താൻ. 2 തരത്തിലാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഒന്ന് ഭാവപരം, മറ്റൊന്ന് രൂപപരം എന്ന 2 തലത്തിലാണ് നമ്മൾ ആദ്യകാല ചെറുകഥകളുടെ സവിശേഷതകളെ വിലയിരുത്തേണ്ടത്. ഇത്തരത്തിൽ കോളം തിരിച്ചെഴുതരുത്. പ്രത്യേകിച്ചും വളരെ ഗണ്ഡിക തിരിച്ചു തന്നെ എഴുതണം ഉത്തരം. ഭാവപരമായ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യകാല ചെറുകഥകളുടെ പൊതുവായ വിഷയം എന്നുള്ളത് പ്രണയമായിരുന്നു എന്നൊരു വിമർശന രൂപേണ പിന്നീട് നമ്മൾ ചരിത്രപരമായി പഠിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാന പ്രമേയം പ്രണയമാണ്. പ്രണയം എന്ന് പറയുന്നത് പലപ്പോഴും പ്രണയ സാക്ഷാത്കാരത്തിൽ അവസാനിക്കുന്ന കഥകൾ അല്ലെങ്കിൽ പ്രണയവിരഹത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഇത്തരമൊരു വളരെ കുറഞ്ഞൊരു പരിസരം മാത്രമേ ആദ്യകാല കഥകൾ മറ്റ് വിഷയങ്ങൾ ഉണ്ടെങ്കിലും പ്രധാന പ്രമേയം ഇതിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ആദ്യകാല ചെറുകഥകളുടെ ഭാവപരമായ ഒന്നാമത്തെ പ്രത്യേകത. മറ്റൊന്ന്, അതിന്റെ കൂടെ തന്നെ നമുക്ക് അപസർപ്പ കഥകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാസ്യരസപ്രധാനമായ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള കഥകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രമേയപരമായി വളരെ ശുഷ്കമായ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ഒരിടം മാത്രമേ ആദ്യകാല കഥകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഭാവപരമായ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. മറ്റു ആദ്യകാല ചെറുകഥകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സവിശേഷത അക്കാലത്ത് സമൂഹത്തിന്റെ പരിച്ഛേദങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു കഥ എന്ന് നമുക്ക് അതിനെ പറയാൻ കഴിയില്ല. എന്നാൽ തന്നെയും ഉയർന്ന വിഭാഗത്തിന്റെ അത്തരമൊരു, പ്രത്യേകിച്ചും അക്കാലത്ത് കഥകൾ എഴുതപ്പെട്ടത് അക്കാലത്ത് ഉയർന്ന വിഭാഗത്തിന് ആസ്വദിക്കാൻ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സമൂഹത്തിന്റെ പരിച്ഛേദങ്ങൾ ഒരു അളവ് വരെയൊക്കെ അക്കാലഘട്ടത്തെ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, അക്കാലത്തെ കഥകളുടെ മറ്റൊരു പ്രത്യേകത കെട്ടുകഥകളായിരുന്നു എല്ലാം തന്നെ. കെട്ടുകഥകൾ പോലെയുള്ള കഥകൾ പറയാനാണ് എല്ലാവരും ശ്രമിച്ചത്. യാതൊരു തരത്തിലുള്ള നമ്മൾ പിന്നീട് കാണുന്ന യാഥാർത്ഥ്യ ബോധമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റിയലിസ്റ്റിക് കഥകൾ എന്ന് പറയുന്നതിന് യാതൊരു സ്വഭാവമോ ആദ്യകാല കഥകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇത്തരം കഥകളുടെ രൂപപരമായ പ്രത്യേകതകൾ, മൊത്തത്തിലുള്ള സവിശേഷത നമ്മൾ പറയുമ്പോൾ ആദ്യം പ്രമേയപരമായി ഇത്തരം കാര്യങ്ങളാണ് ഈ കഥകളിൽ കാണുന്നത്. മറ്റൊന്ന്, രൂപപരമായ അക്കാലത്തെ കഥകളിലേക്ക് വരുമ്പോൾ ഭാഷാപരമായ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംസ്കൃത സ്വാധീനമുള്ള ഭാഷയാണ്, കൃത്രിമത്വം നിറഞ്ഞ ഭാഷ. സംസ്കൃത സ്വാധീനവുമുണ്ട്, അതിനൊപ്പം തന്നെ കൃത്രിമത്വം നിറഞ്ഞ ഭാഷയാണ്. യാതൊരു തരത്തിലുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു ഭാഷയല്ല പലപ്പോഴും കാണാൻ കഴിയുന്നത്. ഈ കൃത്രിമത്വം എന്ന് പറയുന്നത് തന്നെ അക്കാലത്തെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു കൃത്രിമത്വ, പ്രത്യേകിച്ച് സമൂഹത്തെ അവതരിപ്പിച്ച കഥയുടെ കൃത്രിമത്വ സ്വഭാവവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ആലങ്കാരിക ഭാഷയിലാണ്, ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ. മറ്റൊന്ന്, നെടുനീളൻ വാക്യങ്ങൾ, ഇത് കൃത്രിമത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കഥ പറയുമ്പോൾ വാക്കുകൾ ഇങ്ങനെ നീണ്ടുപോകുന്ന തരത്തിലുള്ള നെടുനീളൻ വാക്യങ്ങൾ. മറ്റു വളരെ പ്രധാനപ്പെട്ട രൂപയുടെ പ്രത്യേകത വളരെ നാടകീയമായ ആവിഷ്കാരമാണ്. നമ്മൾ കെ സുകുമാരന്റെയും മറ്റുമൊക്കെ കഥകൾ കാണുമ്പോൾ അതിലുള്ള നാടകീയമായ ആവിഷ്കാരങ്ങൾ നമുക്ക് കാണാം. കഥ ഇങ്ങനെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് വളരെ രസകരമായി അവതരിപ്പിക്കുന്ന നാടകീയത എന്നുള്ളത് ആദ്യകാല ചെറുകഥകളുടെ ഒരു പൊതു സവിശേഷതയായിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഇത്തരത്തിൽ ഭാഷാപരമായും ഭാവപരവുമായ പ്രമേയം, ഈ പറയുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രമേയങ്ങളും അത് അവതരിപ്പിക്കാൻ സ്വീകരിക്കുന്ന കൃത്രിമത്വം നിറഞ്ഞ സംസ്കൃത സ്വാധീനമുള്ള ഭാഷയും ആലങ്കാരിക ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും നാടകീയമായ ആവിഷ്കാരവും ഒക്കെയായിരുന്നു
മലയാളത്തിലെ ആദ്യകാല ചെറുകഥകൾ. അവിടെ നിന്നാണ് മലയാള ചെറുകഥ അതിന് തുടർന്നുള്ള വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് എന്ന രീതിയിൽ അത് അവതരിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം എഴുത്തുകാരെ കുറിച്ച് അതിനും കൂടെ സൂചിപ്പിച്ചു പോവാം. വേങ്ങേൽ കുഞ്ഞിരാമൻ നായനാരിൽ ആരംഭിക്കുന്ന മലയാള ചെറുകഥയുടെ ചരിത്രം വാസനാവികൃതി എന്ന് പറയപ്പെടുന്ന ആദ്യകാല ചെറുകഥ എന്ന് കരുതപ്പെടുന്ന വാസനാവികൃതിയിൽ ആരംഭിക്കുന്ന ചരിത്രത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന രീതിയിൽ ഉത്തരം ആരംഭിക്കുകയും തുടർന്ന് ഉത്തരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇ വി കൃഷ്ണപിള്ളയുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി, പ്രത്യേകിച്ചും ഇങ്ങനെ ഡയറക്റ്റ് ഒരു ചോദ്യമായതുകൊണ്ട് നമുക്കത് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഒരു മുറ്റം, ഒരു റോസാ ചെടി, ഒരു പെണ്ണ്, ഇത്രയും ഉണ്ടായാൽ കഥയായി എന്ന് ഇ വി കൃഷ്ണപിള്ള ആദ്യകാല ചെറുകഥയെ കുറിച്ച് നടത്തിയ വിമർശനം പൂർണ്ണമായും ആദ്യകാല ചെറുകഥകളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ് എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് ആദ്യകാല ചെറുകഥകൾ. അതിൽ നിന്നൊരു വലിയ മാറ്റത്തിലേക്കാണ് ഇ വി കൃഷ്ണപിള്ളയെ പോലെ തുടർന്ന് വരുന്ന എഴുത്തുകാർ നടത്തിയ ഒരു മാറ്റം പിന്നീട് മലയാള ചെറുകഥയ്ക്ക് സംഭവിച്ച വളർച്ചയും നമുക്ക് കാണാവുന്നതാണ് എന്ന തരത്തിൽ അതിന്റെ ഒരു വളരെ തുടർന്നുള്ള വളർച്ചയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഉത്തരം അവസാനിപ്പിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.